ഹായ് എവ്രിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ വിഭാരാണി എഴുതിയ ഉസ്കി ഗിരഫ്താരി സെ പൂർവ് എന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിനേക്കാളും മുൻപ് നമുക്ക് ലേഖികയെ ഒന്ന് പരിചയപ്പെടാം. ലേഖികയുടെ പേര് വിഭാരാണി എന്നാണ്. അവർ ജനിച്ചിരിക്കുന്നത് 1959-ലും. അവരെഴുതിയിരിക്കുന്ന പ്രമുഖമായിട്ടുള്ള രചനകളാണ് ബന്ദ് കമറെ കാ കോഴ്സ്, മിഥില കി ലോക് കഥായ്, കന്യാദാൻ, രാജാ പോഖ്രെ മേ കിത്നി മച്ഛലിയാ എന്നിവയൊക്കെ. അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലതാണ് കഥാ അവാർഡ്, ഡോക്ടർ മഹേശ്വരി സിംഗ് മഹേഷ് ഗ്രന്ഥ പുരസ്കാർ, ഘൻശ്യാം ദാസ് സറാഫ് സാഹിത്യ സമ്മാൻ എന്നിവയൊക്കെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സമ്മറി പരിചയപ്പെടാം. ഉസ്കി ഗിരഫ്താരി സെ പൂർവ് നാമക് കഹാനി മേ ലേഖിക വിഭാരാണി ने एक നാം രഹിത് പാത്രവും വാലി കഹാനി കെ തോർ പർ പേഷ് കിയാ ഹെ. അപ്പോൾ ഈ ഒരു കഹാനി ലേഖിക എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെയിംലെസ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിലെ ക്യാരക്ടേഴ്സിന് ഒന്നും പേരുകൾ അവർ കൊടുത്തിട്ടില്ല. ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, 2 കുട്ടികളുണ്ട്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ എന്ന് നമുക്ക് പറയാം. അതായത് അത്രയ്ക്ക് സോഷ്യൽ അല്ലാത്ത ഒരാൾ ആണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. इस कहानी का मुख्य पात्र मुंबई में काम करने वाला एक शादीशुदा आदमी है जो अपनी बीवी बच्चों के साथ 10x10 के कमरे में रहता है. അപ്പോൾ ഈ കഹാനിയിലെ മുഖ്യപാത്രമായിട്ടുള്ള ആൾ ബോംബെയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഷാദിശുദ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച ആളാണ്. അവരുടെ ഫാമിലിയോടൊപ്പമാണ് ഒരു 10x10 ചെറിയൊരു റൂമിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. बड़ा परिवार होने के कारण और आर्थिक तंगी के कारण वह हमेशा काटेदार स्वभाव वाला दिखाई देता है. അതായത് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുടെ ഒപ്പമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാമിലി വലുതാണ്. അത് കാരണം കൊണ്ട് തന്നെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തിന്. ആ ഒരു റീസൺ കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെയധികം കാട്ടേദാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തോണിയായിട്ട് മാറിയ അയാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വലുതായിട്ട് ചിരിക്കാത്ത, തമാശകളൊന്നും പറയാത്ത, ഒരു സീരിയസ് മെൻറ്റാലിറ്റി ഉള്ള, ഒരു സീരിയസ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഉസ്കി 6 बहनें थी जिनमें से 4 की शादी की जिम्मेदारी उस पर थी और अब वह सब निभाते वह 36 से 66 का दिखने लगा है. അതായത് അദ്ദേഹത്തിന് 6 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. 4 സഹോദരിമാരെ അദ്ദേഹം കല്യാണം കഴിച്ച് അയക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അദ്ദേഹം നിർവഹിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് 36 വയസ്സേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് ഈ 16 വയസ്സുകാരനെ പോലെ ആയി എന്നാണ് പറയുന്നത്. അത് ഈ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം കാരണം കൊണ്ടാണ് അങ്ങനെ ആയിരിക്കണമെന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഓക്കെ. കഹാനിക്ക് ശുരുവാത് മേ പ്രകാശ് സെ മിൽക്കർ ആനെ കെ ബാദ് വഹ് ബഹുത് ഖുഷ് ദിഖായി പഡ്താ ഹെ. അതായത് പ്രകാശ് എന്ന അദ്ദേഹത്തിൻ്റെ കൊലീഗായിട്ടുള്ള ആളെ കണ്ടുവരുന്ന അദ്ദേഹം വളരെയധികം സന്തോഷവാനായിട്ട് കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതാണ് സ്റ്റാർട്ടിങ്. उसे खुश रहना अच्छा लगता है लेकिन उसकी परेशानियों ने उसे ऐसा घेर रखा था कि वह खुश रहना भूल गया था. അതായത് നമ്മുടെ നായകന് വളരെയധികം സന്തോഷമായിട്ട് ഇരിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവിച്ച ഒരാളാണ് നമ്മുടെ കഥാനായകൻ. അവരുടെ സാഹചര്യം കാരണം കൊണ്ടാണ് അദ്ദേഹം സന്തോഷമായിട്ട് ഇരിക്കാം എന്ന കാര്യം പോലും മറന്നുപോയിരിക്കുന്നു എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം. അച്ചി ആംദനി ഹോനെ പർ ഭി മെഹങ്കായി ഓർ ജിമ്മേദാരിയോനെ ഉസെ ചിഡ്ചിടാ ബനാ ദിയാ ഥാ. അതായത് എല്ലാവരോടും ദേഷ്യപ്പെടുക, എല്ലാവരോടും പൊലൈറ്റ് അല്ലാത്ത രീതിയിൽ പെരുമാറുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നു. നല്ലൊരു സാലറി ഉണ്ടായിട്ട് പോലും ഫാമിലിയുടെ നീഡ്സ് എല്ലാം അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആ ഒരു സാഹചര്യം കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുക അദ്ദേഹം ചെയ്തിരുന്നത്. ഓക്കെ. തബ് ഇൻ ദിനോ ഉസ്കി നസർ സാത്ത് കാം കർനെ വാലെ പ്രകാശ് പർ പടി ജോ ബഡേ ഘർ മേ രഹതാ ഥാ ഓർ ഉസ്കെ പാസ് പൈസോ കി കോയി കമി നഹി തി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കൊലീഗായിരുന്നു പ്രകാശ് അദ്ദേഹത്തിനെ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും വളരെ വ്യത്യസ്തമായിരുന്നു. വലിയ വീടുണ്ടായിരുന്നു. ഇതേ സാലറിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ കഥാനായകൻ. എന്നിട്ട് പോലും പ്രകാശിന് പൈസയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. मौका मिलने पर प्रकाश से पूछने पर उसने बताया कि वह शेयर बाजार में अपने पैसे डालता है और वह म्यूचुअൽ ഫണ്ട് और ജീവൻ ബീമാ का ഏജന്റ് भी था. അതായത് പ്രകാശ് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഈ കഥാനായകനോട് പറയുന്നുണ്ട്, ഞാൻ ഷെയർ മാർക്കറ്റിൽ ഷെയർസ് എടുക്കാറുണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെയും ജീവൻ ബീമ LICയുടെയൊക്കെ ഞാനൊരു ഏജൻറ്റാണ് എന്ന് പറയുന്നുണ്ട്. പ്രകാശ് കി പത്നി സാഡി കപ്പടെ കാ ധന്ദ കർത്തി थी. പ്രകാശിൻ്റെ ഭാര്യ ആണെങ്കിലോ സാരികൾ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് അവർക്കും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഹാനി കെ നായക് ने और प्रकाश के जीवन में कोई तुलना नहीं थी क्योंकि प्रकाश बड़े घर में अपने बीवी बच्चों के साथ अच्छी तरह ज़िंदगी बसर कर रहा था और हमारे नायक की बीवी गाँव में पढ़ी लिखी थी और जिस कारण वह बच्चों को पढ़ाई में उनकी मदद नहीं कर पा रही थी और हमारा नायक ट्यूशन लगवाने में भी असमर्थ था. അതായത് ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാശും
നമ്മുടെ കഥാനായകനും തമ്മിലുള്ള ജീവിതത്തിൽ വളരെ അന്തരമാണുള്ളത്. കാരണം പ്രകാശ് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളോടൊപ്പം നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ നമ്മുടെ കഥാനായകൻ്റെ ഭാര്യയാണെങ്കിലോ ഗ്രാമത്തിൽ പഠിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. അത് കാരണം കൊണ്ട് അവർക്ക് അവരുടെ കുട്ടികളുടെ പഠിത്തത്തിൽ സഹായിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കഥാനായകനാണെങ്കിലോ ഈ കുട്ടികൾക്ക് ട്യൂഷൻ വെച്ച് കൊടുക്കാൻ തക്ക രീതിയിലുള്ള വരുമാനമോ ഇല്ല എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. इसके लिए उसने प्रकाश की बातों में आकर कुछ फॉर्म भर दिए और उसके സ്വഭാവമേ മുലായ്മിയത്ത് ആകെ. അതായത് പ്രകാശ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പ്രകാശിൻ്റെ നിർബന്ധത്താൽ അദ്ദേഹം കുറച്ച് ഫോമുകളിലൊക്കെ ഒപ്പിട്ട് കൊടുത്തു. ഷെയർ മാർക്കറ്റിലേക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ ഫോമുകളിലൊക്കെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം ഇനി സോൾവ് ആവുമെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ നല്ലൊരു മാറ്റം വരികയാണ്, സോഫ്റ്റ്നെസ് വരികയാണ്. മുലായ്മിയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ചേഞ്ചാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. अब उसे उसकी सारी परेशानियां दूर होती दिखाई पड़ी और वह सोचने लगा कि वह बच्चों को ट्यूशन का इंतज़ाम कर सकेगा, उनके शौक पूरा कर पाएगा और बीवी को एक अच्छी ज़िंदगी दे पाएगा. അപ്പം ഇതെല്ലാം മാറും, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറുമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ആ ഒരു ടൈമിൽ കുട്ടികൾക്കായിട്ട് നല്ലൊരു ട്യൂഷൻ വെച്ച് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റുകളുണ്ടോ, ഹോബീസ് എന്തൊക്കെയാണ് ആ കുട്ടികളുടെ, ആ ഹോബീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഭാര്യയ്ക്കാണെങ്കിലോ നല്ലൊരു ലൈഫ് കൊടുക്കാനും സാധിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ് ആ ഒരു പ്രത്യേക ടൈമിൽ കഥാനായകൻ ചെയ്യുന്നത്. കാം മേ ഉസ്കാ അച്ചി തറ സെ ദിൽ ലഗ്നെ ലഗ ഓർ ഘർ പർ ഭി വഹ് പ്യാർ സെ രഹനെ ലഗ. അതായത് ആ ഒരു ചെറിയൊരു കാലഘട്ടത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അദ്ദേഹം ചെയ്യുന്ന വർക്കിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി. വീട്ടിലാണെങ്കിലോ നല്ല രീതിയിൽ നല്ല സ്നേഹത്തിൽ കുട്ടികളുടെ അടുത്തും ഭാര്യയുടെ അടുത്തും ഒക്കെ പെരുമാറാൻ തുടങ്ങി. दफ्तर में महिलाएं और पुरुष दोनों किसी न किसी धंधे में शामिल थे और ये उसे उस समय समझ आया कि मुंबई में हर एक का कमाना बहुत ज़रूरी है. അപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബിസിനസ്സിൽ അവർ ഇൻവോൾവ് ആണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ബോംബെ എന്ന മഹാനഗരത്തിൽ എല്ലാവരും സമ്പാദിച്ചാൽ മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട് കഹാനിയുടെ ഈ ഒരു ടൈമിൽ. ഓക്കെ, रोज़मर्रा की तरह एक दिन उसे अखबार से पता चलता है कि शेयर मार्केट में उथल पुथल मच गई है और उसकी जमा पूंजी दाव पर लगी थी जो अब वह हारने की कगार पर था. അതായത് സാധാരണ പോലെ അദ്ദേഹം ഒരു ദിവസം റോസ്മറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലിയാണ്, ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹം ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഷെയർ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം കരുതി വെച്ചിരുന്ന ആ പൈസ മുഴുവൻ അദ്ദേഹം ഷെയർ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്ക്. അപ്പോൾ അത് നഷ്ടപ്പെടും എന്നൊരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ, ലാസ്റ്റ് ആവുന്ന സമയത്ത്. ബേട്ടെ पर झुंझलाकर उसने हाथ उठाया और उसे अपनी सारी परेशानियां फिर से वैसे ही उस तंग कमरे में दिखाई देने लगी. ആ ഒരു തിരിച്ചറിവിൻ്റെ സമയത്ത് അദ്ദേഹം മകനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, അവന് ഒരു തല്ലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ ട്രബിൾസും, ആ പ്രോബ്ലംസ് എല്ലാം അദ്ദേഹം മാറുമെന്ന് വിചാരിച്ചിരുന്ന എല്ലാ പ്രോബ്ലംസും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ അതേപോലെ തന്നെ തിരിച്ചു വന്നതായിട്ട്, ആ ചെറിയ റൂമിൽ തിരിച്ചു വന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു കഹാനിയിലൂടെ വിഭാരാണിജി നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഉസ്കി ഗിരഫ്താരി സെ പൂർവ്വ എന്നാണ്. അതായത് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ജയിലിലേക്കും പോകുമായിരിക്കാം എന്നൊരു മുൻവിധിയോട് കൂടിയിട്ടായിരിക്കാം ഈ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇതിൽ ആരുടെയും അറസ്റ്റോ, ഗിരഫ്താരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റാണ്, അതൊന്നും കാണിക്കുന്നില്ല. അതിനോട് കണക്ട് ചെയ്യുന്ന യാതൊരു സീക്വൻസും കാണിക്കുന്നില്ല. കഥാനായകൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഇല്ലാതായി ഷെയർ മാർക്കറ്റിൽ പോകുന്ന ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് കടം വരികയും അദ്ദേഹം അങ്ങനെ അറസ്റ്റ് ആവുകയും ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. അതൊരു ഗെസ് മാത്രമാണ്, അല്ലാതെ ഇതിൽ യാതൊരു അങ്ങനത്തെ കണക്ഷൻ സീന് കൊടുത്തിട്ടില്ല. വിഭാരാണിജി ഈ ഒരു ടൈറ്റിൽ എന്താ കൊടുത്തത് എന്ന കാര്യം ഇവിടെ വ്യക്തമല്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്